അങ്ങനെ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറത്തെ SFI പ്രവർത്തകരും സിവിൽ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചായി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രധാന ആവശ്യങ്ങൾ? പ്രധാനമായും നേരത്തെ തന്നെ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ പരീക്ഷാ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മാത്രം വെച്ചാൽ പോരാ എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ പോവുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പരീക്ഷ പോലും സമയബന്ധിതമായി കൃത്യതയോടുകൂടി നടത്താൻ വേണ്ടി കഴിയാത്ത ഒരു ഗവൺമെൻറ്റായി ഈ രാജ്യത്തെ BJP ഗവൺമെൻറ് മാറുകയാണ്. അതിനെതിരായി സമരമുയർത്തുന്ന വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ തീവ്രവാദികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ BJPക്കാരും സംഘപരിവാറും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഈ രാജ്യ തലസ്ഥാനത്ത് ജന്തർ മന്ദറിൽ നിന്ന് ആരംഭിച്ച സമരം ഇപ്പോൾ ഈ കേരളത്തിൽ മലപ്പുറത്ത് 10,000-കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ സമരങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായും കേരളത്തിലും രാജ്യത്തും ഈ നിലയിൽ നടത്തിയ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് SFIയെ കാണാൻ കഴിയും. ആ നിലയിലുള്ള സമരമാണ് ഇപ്പോൾ SFI മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ അവകാശ പത്രിക മാർച്ച് കൂടിയാണ് ഇന്ന് ഇവിടെ സംസ്ഥാന സർക്കാരിന് മുന്നോടിയായി വിവിധ ഇന ആവശ്യങ്ങൾ 102 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്ന മാർച്ചിൽ വ്യത്യസ്തമായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് ഇത്തവണ മാർച്ച് സംഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകത ഈ അവകാശ പത്രിക മാർച്ചിനുണ്ട്. ഈ മലപ്പുറത്തെ മാർച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ വിദ്യാർത്ഥികൾ ഒരുപാട് എത്തിയിട്ടുണ്ട്. തീർച്ചയായും നമുക്കറിയാം, ഇന്ന് രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പ്രധാനമായിക്കൊണ്ട് സ്വകാര്യ കോളേജുകളാണ്. ആ സ്വകാര്യ കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിക്കപ്പെട്ട ക്യാമ്പസുകളാണ് ഭൂരിഭാഗം വരുന്നത്. അവിടുന്ന് എല്ലാ എതിർപ്പുകളെയും ഭേദിച്ചുകൊണ്ടാണ് ഈ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ മലപ്പുറത്ത് എത്തിയത്. തീർച്ചയായും വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും SFI മുന്നിലുണ്ട്, ഇനിയും ഉണ്ടാകുമെന്നുള്ള തെളിവാണ് ഇന്ന് കാണുന്ന ഈ പങ്കാളിത്തം എന്നുള്ളത്. നിലവിലെ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങളും നിലവിലിറങ്ങിയിട്ടുള്ളത്. അതെ, ഞങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ നീറ്റ് വിഷയം കഴിഞ്ഞ മെയ് 3-ാം തീയതി പരീക്ഷ റദ്ദ് ചെയ്ത് അറിഞ്ഞപ്പോൾ തന്നെ SFI തെരുവുകളിലുണ്ടായിരുന്നു. കഴിഞ്ഞ 5-6 സമരങ്ങളായി ഞങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഏരിയ കേന്ദ്രങ്ങളിലും ഞങ്ങൾ തുടർച്ചയായി സമരം നടത്തി വരികയാണ്. ഞങ്ങൾക്ക് ഇത് വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുന്നത് വരെ SFI സമരം തുടരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പ്രഖ്യാപിക്കാനുള്ളത്. ഈ സമരത്തിന് ഐക്യദാർഢ്യമാണ്. ഡൽഹിയിലെ സമരത്തിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്രാവശ്യം അവകാശ പത്രിക മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത്. കളക്ടറേറ്റിലേക്ക് തീരുമാനിച്ചിരുന്നത് പിന്നെ പോസ്റ്റ് ഓഫീസ് കേന്ദ്ര സർക്കാർ ഓഫീസിൽ മാറ്റുകയുണ്ടായിരുന്നു. അപ്പൊ എല്ലാ വർഷവും നടക്കുന്ന പോലത്തെ ഒരു അവകാശ പത്രിക മാർച്ചിനപ്പുറത്തേക്ക് ഇപ്രാവശ്യം രാജ്യത്തെ സാഹചര്യങ്ങളനുസരിച്ച് ജന്തർ മന്ദറിൽ അടിച്ചപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, സമര സഖാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ അവകാശ പത്രിക കേരളത്തിൽ 14 ജില്ലകൾ നടക്കുന്നത്. ഈ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ തെരുവിലിറങ്ങിയിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഓരോ വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അത്രേ ഉള്ളൂ പറയാൻ. എന്താ പറയാനുള്ളത്? നമുക്ക് അവകാശം നമ്മൾ നേടിയെടുക്കണം. അത് വെയിലത്ത് കടന്നിട്ടായാലും എവിടെയാണെങ്കിലും നേടിയെടുക്കണം. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യമാണ്. എവിടെ നിന്നുള്ള വിദ്യാർത്ഥികളാണ്? ഞങ്ങൾ മക്രാമ്പ് സ്കൂളാണ്. എന്താ പറയാനുള്ളത്? സമരം നമുക്ക് അവകാശപ്പെട്ടതാണ്. വിദ്യാർത്ഥികളെ അവകാശം നേടിയെടുക്കണ്ടേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ സമരം നടത്തണം. സമരം തുടരും. ഡൽഹി സമരത്തിനുള്ള ഐക്യദാർഢ്യം. കഴിഞ്ഞ കാലങ്ങളിൽ സമരം നടത്തി എല്ലാവരും വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ അവകാശപത്രികയും സമർപ്പിക്കുന്നുണ്ട്. അതേപോലെ എക്സാമിന്റെ ഇതിനും പറയുന്നുണ്ട്. എല്ലാത്തിനെതിരെയും നമ്മൾ പ്രതിഷേധിക്കും. എന്തൊക്കെയാണ് പ്രധാന ആവശ്യങ്ങൾ? എന്തൊക്കെയാണ് നമ്മുടെ അവകാശപത്രിക അംഗീകരിക്കാനുള്ളതും പിന്നെ കേന്ദ്ര സംസ്ഥാനത്ത് നടക്കുന്ന ആ ഒരു സമരത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും, പലതരത്തിലുള്ള ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ്. മലപ്പുറം നഗരം ആകെ വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും SFIയുടെ അവകാശ പത്രിക മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ ഉത്തരവാദിത്തം അത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഏറ്റെടുത്ത് രാജിവെക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം
കേരള ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കുക എന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തമാണ് ഇത്തരത്തിൽ SFIയുടെ സമരത്തിലുള്ളത് എന്നുകൂടി നമുക്ക് പങ്കുവെക്കേണ്ടി വരും. എന്തായാലും ഇന്ന് സ്കൂൾ പ്രവൃത്തി ദിനമാണ്, കോളേജുകളൊക്കെ ഉൾപ്പെടെ പ്രവൃത്തി ദിനമാണ്. അവിടെ നിന്നുകൂടിയാണ് വിദ്യാർത്ഥികൾ വലിയ തോതിൽ ഈ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തുന്ന സാഹചര്യമുള്ളത്. വിനീഷ് കണ്ണനൊപ്പം വി സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.